അബിൻ വർക്കിയൊക്കെ JCBയുമായി പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. എവിടേക്കാണ് ഇങ്ങനെ ഈ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമുള്ളത്? ഒഴുക്കൊക്കെ അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുക്ക് സുഗമമാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ദിവിഷേ, നമ്മളീ പോകുന്ന വഴി കാണുന്നുണ്ട്, ഇത് ആറന്മുളയാണ്. ആറന്മുളയിൽ റോഡ് ഏതാണ്, ഈ ഒഴുകുന്ന പമ്പയിൽ നിന്നും കയറി ഒഴുകുന്ന വെള്ളം എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രശ്നമാണുള്ളത്. ഇപ്പോൾ JCBയും അതോടൊപ്പം തന്നെ വലിയ ടോറസ് പോലെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ PC വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ അബിൻ വർക്കിയും നേരത്തെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയിരുന്നു. ചെറിയ മറ്റു വാഹനങ്ങളൊന്നും ഇതുവഴി കടത്തിവിടുന്നില്ല. പോകാൻ കഴിയാത്ത അത്ര പ്രതിസന്ധിയുണ്ട്, മുങ്ങിപ്പോകുന്ന പ്രതിസന്ധിയുണ്ട്. ഈ റോഡിലൊക്കെ ശക്തമായ ഒഴുക്കാണ്. ഇപ്പോൾ ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പല ആളുകളുമുണ്ട്. ആ ആളുകൾ വിളിച്ച് രക്ഷാപ്രവർത്തനത്തിനുള്ള അഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഫയർഫോഴ്സിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ മറ്റു സംവിധാനങ്ങളെ കൊണ്ടോ ഒന്നും പൂർണ്ണമായും അവരുടെ രക്ഷാപ്രവർത്തനം അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ സമയം ഇത്രയും ആകുന്നു. ഇനിയിപ്പോൾ രാത്രിയാകുന്നതിന് മുൻപ് പരമാവധി ആളുകളെ കരക്കെത്തിക്കണം ഈ വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതാ വീണ്ടും നമുക്കിപ്പോൾ കുറച്ച് സ്ഥലം വെള്ളമില്ലാതെ കണ്ടു, പക്ഷേ പോലീസ് ഇവിടെ ആളുകളെ തടയുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്ര പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്? ഇത് നേരെ അപ്പുറത്ത് തെക്കേമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പരുമുട്ടമ്പടി കഴിഞ്ഞ് തെക്കേമല എന്ന സ്ഥലമാണ്. അവിടുന്ന് നേരെ പത്തനംതിട്ടയ്ക്കോ കോഴഞ്ചേരിക്കോ കാണാൻ ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ലോക്കായി കിടക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ മുൻഗണന കൊടുത്ത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. എത്ര പേരെ മാറ്റിയിട്ടുണ്ടാവും? നമ്മളിപ്പോൾ ഏകദേശം 10-80 പേരോളം മാറ്റിയിട്ടുണ്ട്. ഇനി എത്ര പേര് അവിടെ അവശേഷിക്കുന്നുണ്ടാവും? നല്ല 2 പഞ്ചായത്തുകൾ തീർന്നു കിടക്കുന്ന സ്ഥലമല്ല, ഒത്തിരി ആളുകളുണ്ട്. ആൾക്കാരുടെ വിളി ഇപ്പം നിലവിൽ വെള്ളം കണ്ടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെള്ളം കണ്ടത്തിൽ തികഞ്ഞു കഴിഞ്ഞിട്ട് മേളിലോട്ട് വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെ മാറ്റത്തുള്ളൂ. നിങ്ങൾ 2018 പ്രളയവും കണ്ട ആളുകളാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആശങ്ക അതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനത്തെ എത്രയും വെള്ളം ഉണ്ടോ? 2018 സമാനമായ രീതിയിലുള്ള ഒഴുക്കാണ് ആറന്മുള ഐക്യത ജംഗ്ഷനിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ റാന്നിയിൽ നിന്ന് തുടങ്ങിയ മഴ, മേളിൽ നിന്ന് തുടങ്ങിയ മഴ, അതിൻ്റെ വെള്ളം പെട്ടെന്നാണ് ആറന്മുളയിൽ നിന്ന് കളന്നത്. നമുക്ക് ഇവിടെ ആ കണ്ടത്തിലോട്ട് വലിയാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോൾ കണ്ടത്തിലോട്ട് വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ഇനി ശക്തമായിട്ട് തുടരുകയാണെങ്കിൽ നമുക്കത് വലിയൊരു ഭീഷണിയായിട്ട് അത് മാറും. ഇപ്പോൾ പമ്പയിലെ ഒഴുക്കും ശക്തമായി തന്നെ ഉണ്ടെന്നു അല്ലേ? പമ്പയിൽ ഒഴുക്ക് നല്ലതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആറന്മുളയിൽ കണ്ട ഒഴുക്ക് അതാണ്. ആറന്മുള നഗരത്തിന്റെ ഏകദേശം എല്ലാ ഇടങ്ങളും തന്നെ വെള്ളത്തിലാണ് എന്ന് പറയാം. ഇപ്പോൾ ചില ഭാഗങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തി അവിടെ നിന്നും പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്കുള്ളത്. അതിനായാണ് ഇപ്പോൾ ഈ വാഹനം നമ്മൾ പോകുന്ന JCBയും അവിടേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 80 പേരോളം ഇതിനോടകം പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റാളുകളെ കൂടി എത്തിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പകല് പോലെ അല്ല രാത്രി. ഇപ്പോൾ പകലൊക്കെ ആളുകൾക്കൊരു ആശങ്കയൊന്നുമില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാമെന്നൊരു പ്രതീക്ഷയിലൊക്കെ നിന്ന ആളുകളുണ്ട്. ഇപ്പോൾ പക്ഷേ സന്ധ്യയായി വരികയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇന്ന് രാവിലെ കാലാവസ്ഥ ഇവിടെ തെളിഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇടവിടാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ മേലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ വേണ്ടി വരും. ഇവിടെ NDRFിൻ്റെ അടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ജീപ്പ്. ആ വഴി നമ്മൾ പോകുന്നതിന് നേരെ എതിർവശത്തുകൂടി ഒരു ജീപ്പ് വരുന്നുണ്ട്. അത് ബോട്ടൊക്കെ വരുന്ന തരത്തിലാണ് വരുന്നത്. അതിൻ്റെ ജീപ്പായതിനാൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് വരുന്നതിനാൽ മാത്രം അത് ഇവിടേക്ക് വരികയാണ്. ജീപ്പ് കടന്നു പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജീപ്പിനൊക്കെ പോകാൻ പറ്റുന്ന അത്രയും വെള്ളമൊക്കെ ഉള്ളൂ. അവിടെ ഞങ്ങൾ മുമ്പേ നിന്നപ്പോൾ ഏകദേശം 1.5 അടി വെള്ളമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. റോഡ് പൊക്കത്തിൽ നിന്ന് 1.5 അടി വെള്ളമാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം അരമണിക്കൂറായി അപ്പുറത്ത് പോയിട്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേ വെള്ളം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. എന്തായാലും വെള്ളം കൂടാനാണ് സാധ്യത. കാരണം ഒഴുക്ക് അതുപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. കുട്ടികളടക്കമുള്ള ആളുകളെയൊക്കെ ഈ JCBയിലാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് പിന്നിൽ ഒരു ടോറസ് ഉണ്ട്. ആ വാഹനത്തിലും ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. 80 പേരോളം ഇതിനോടകം തന്നെ ഈ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനിയും കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായുള്ളവർ പറയുന്നത്. അധികം വൈകാതെ തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കാൻ മന്ത്രി PC വിഷ്ണുനാഥ് ജില്ലയിലേക്ക് എത്തിയിരുന്നു. PC വിഷ്ണുനാഥാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി. വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ ആറന്മുള MLA അബിൻ വർക്കിയും ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തുണ്ട്. അവരും നമ്മൾ ഈ പോയതുപോലെ തന്നെ JCBയിലാണ് അവിടേക്ക് പോയത്. അവിടേക്ക് അധികം വൈകാതെ നമുക്ക് എത്താൻ കഴിയും. എന്താണ് സർക്കാർ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് ആ കാര്യത്തിൽ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്.
അമൽ തേനപ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞ പോലെ പലയിടത്തും വെള്ളം ഇനിയും കയറിയിട്ടുണ്ടോ എന്ന സംശയമൊക്കെ ആളുകൾക്കുണ്ട്. അമൽ, ഇപ്പോൾ മഴ പെയ്യുന്നതായി മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് എങ്ങനെയാണ്? ഇന്നലെ രാത്രിയിലുള്ളതിനേക്കാൾ കൂടുതൽ മഴ ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് പെയ്തിട്ടുണ്ടോ, അതോ ഈ ഉച്ചയ്ക്ക് ശേഷമാണോ വീണ്ടും ഇങ്ങനെ മഴ തുടങ്ങിയത്? ഏതെങ്കിലും പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റേണ്ട അവസ്ഥയൊക്കെ ഉണ്ടോ? ദിവിഷ ഒന്നുകൂടി പറയുമോ? അല്ല, ഇനിയും ഇപ്പൊ പെയ്യുന്ന മഴ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഇന്നലെ രാത്രിയുള്ള അത്ര ശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ്. എന്നാലും ഇനിയും വെള്ളം കയറാനുള്ള ഒരു സാധ്യതയാണോ നാട്ടുകാർ പറയുന്നത്? അവർക്കറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. ദിവിഷ, ഈ റാന്നിയിലും അതോടൊപ്പം തന്നെ ഇതിനു മുകളിലേക്കുള്ള ആറന്മുളയ്ക്ക് മുകളിലേക്കുള്ള മലയോര പ്രദേശങ്ങളിൽ പെയ്യുന്ന വെള്ളം ഇവിടേക്ക് കുത്തിയൊലിച്ചെത്തുകയാണ്. അത് ഇന്ന് രാത്രി എന്താകും എന്നുള്ളതാണ്. എത്രത്തോളം മഴ ഉണ്ടാകും എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞത് 80 പേരെ എത്തിച്ചു എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഈ നേരെ വരുന്ന ജീപ്പിലൊക്കെ വരുന്ന ആളുകൾ ഇവിടുന്ന് വരുന്ന ആളുകളായിട്ട് അവിടുന്ന് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്, ആറന്മുളയ്ക്ക് വരുന്ന ആൾക്കാരാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പാടാക്കിയ ജീപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. കാരണം സാധാരണ രീതിയിലുള്ള ജീപ്പുകൾ ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. ഓഫ് റോഡ് ഓടുന്ന വണ്ടിയാണ്. അതെ, ഓഫ് റോഡ് ഓടുന്ന വണ്ടിയാണ്. ഇനിയിപ്പോ എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് ഏകദേശം നമ്മുടെ ഈ രണ്ട് സൈഡിലുള്ള ഒത്തിരി വീടുകളുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കണക്ക് പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല അല്ലേ? 2 പഞ്ചായത്തുകൾ, ആറന്മുള പഞ്ചായത്തുണ്ട്, മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തുണ്ട്. ഇവിടെ 2 പഞ്ചായത്തുകളാണ് ഇവിടെ ഉള്ളത്. ആ പ്രദേശത്തെ വീടുകളൊക്കെ മൊത്തത്തിൽ ഒരു നില മുഴുവനായി മുങ്ങിയ അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീടിനൊക്കെ അകത്താണ് ആ വെള്ളം. അങ്ങോട്ട് പോകുന്തോറും വെള്ളത്തിന്റെ ഇവിടെ ഇപ്പോൾ ആഴം കൂടിക്കൂടി അല്ലെങ്കിൽ ഒഴുക്കിന്റെ കൂടി വരുവേ. വെള്ളം ഇവിടെ നേരത്തെ ഞങ്ങൾ നിന്നതിനേക്കാൾ ഇവിടെ വെള്ളത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ഏത് ഇപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? മണിക്കൂറിനുള്ളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അടി വെള്ളമോളം ഇവിടെ കൂടിയിട്ടുണ്ടെന്നാണ്. കൂടിയിട്ടുണ്ട്. മഴ നിന്നാൽ വലിയ പ്രശ്നമാണ് ദിവിഷേ. അതായത് ഓരോ മണിക്കൂർ കഴിയുന്തോറും വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം മുകൾ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ചും റാന്നിയിൽ നിന്നൊക്കെ ഒഴുകുന്ന വെള്ളം ഇവിടേക്ക് എത്തുകയാണല്ലേ. പമ്പയിൽ ഒഴുകി എത്തുന്ന വെള്ളം ഇവിടേക്ക് കൂടി കയറുന്നതോടെ പ്രതിസന്ധി ഇരട്ടിയാവുകയാണ്. അതെ, കിഴക്കൻ മേഖലയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മളിവിടെ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വഴി ഏതാണ് പുഴ ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അത്ര പ്രതിസന്ധിയുണ്ട്. അതിനാൽ വളരെ ജാഗ്രതയോട് കൂടിയാണ് ഇവിടെയൊക്കെ അറിയാവുന്ന ഒരാളാണ് ആ വാഹനം ഓടിക്കുന്നത്. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വളരെ പതിയെയാണ് ഈ JCB പോലും മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള ആളുകൾ വഴി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലയിടങ്ങളിലും പാടങ്ങളുണ്ട്. അപ്പോൾ ഈ പാടം ഏതാണ്, അതോടൊപ്പം തന്നെ റോഡ് ഏതാണ്, വെള്ളം ഇങ്ങനെ കയറി ഒഴുകുമ്പോൾ അത് മനസ്സിലാകില്ല. അതിനാൽ തന്നെ വലിയ അപകടത്തിനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അങ്ങേയറ്റം ജാഗ്രത പാലിച്ചാണ് രക്ഷാപ്രവർത്തനം പോലും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനി നമുക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാനുണ്ട്? ഇനി ഏകദേശം ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പുറത്താണ് ശിവന്റെ അമ്പലത്തിന്റെ അവിടെ ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അവിടെ എത്ര പേരെ ഇനി കൊണ്ടുവരാനുണ്ട്? അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം. നമ്മൾ ടോറസ് പുറകിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ NDRFന്റെ 2 ടീമിനോട് നമ്മുടെ MLA അബിൻ വർക്കി അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആ ടീമെല്ലാം എത്തുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ രക്ഷാപ്രവർത്തനം കൂടുതലായിട്ട് ഊർജ്ജസ്വലമാക്കുന്നത്. മന്ത്രി MLA ഒക്കെ നിൽക്കുന്നത് എവിടെയാണ്? ഒരുപാട് ദൂരെയാ? തൊട്ടപ്പുറത്ത് അടുത്ത ജംഗ്ഷനിലാണ് അവർ നിൽക്കുന്നതെന്നാണ് മുമ്പേ അറിഞ്ഞത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കടകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുറത്തേക്ക് കടന്നു പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കുറേയധികം ആളുകൾ അവിടെയുമുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ആറന്മുള നേരിടുന്നത് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഈ മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് പ്രതിസന്ധി ഇരട്ടിയായി മാറും. നേരത്തെ ദിവിഷ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പകലത്തേത് പോലെയല്ല. പകലൊക്കെ ആളുകൾക്ക് ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 2018 ഒരു അനുഭവം എന്ന് പറയുന്നത് ഇവരെയൊക്കെ എല്ലാ കാലവും പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്, അനുഭവമാണ്. അതിനാൽ തന്നെയാണ് ആളുകൾ ഇത്ര വലിയ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ചുറ്റുംപുറം മുഴുവൻ വെള്ളമാണ്. അതായത് വെള്ളമില്ലാത്ത ഒരു സ്ഥലവും ആറന്മുളയിൽ നിന്നും മുന്നോട്ട് കടന്നു വരുന്ന സ്ഥലത്ത് ഇല്ല എന്ന് പറയേണ്ടി വരും. നിറഞ്ഞു കിടക്കുന്നു. ആളുകൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആറന്മുള കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആംബുലൻസ് അടക്കം ക്രമീകരിച്ചുകൊണ്ട് NDRFന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഓരോ സമയവും അവിടേക്ക് ആളുകൾ എത്തുന്നു. അവിടേക്ക് എത്തുന്ന ആളുകളെ പരമാവധി ആളുകളെ എങ്ങനെയെങ്കിലും വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇപ്പുറം എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ആളുകൾ കൂടി നിൽക്കുന്നത്. ഇവിടെ നിന്നുമാണ് ആളുകളെ അപ്പുറത്തേക്ക് ഓരോരുത്തരായി കൊണ്ടുപോകുന്നത്. ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അധികം വൈകാതെ ഇവിടെയാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഉള്ളത്. അധികം വൈകാതെ നമുക്ക് അവരെ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് സൈഡിലുമായി കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ട് ഭാഗത്തും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്, പമ്പ കയറി നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ എപ്പോൾ ഈ മഴ തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ളൊരു ആശങ്ക ആളുകൾക്ക് വല്ലാതെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. പരമാവധി ആളുകളെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. അതിനായുള്ള ക്രമീകരണങ്ങൾ എല്ലാ വിധത്തിലും ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. ഓഫ് റോഡ് ഓടുന്ന ജീപ്പ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.